പഴയ കാലം കാണിച്ചതൊക്കെ സൂപ്പറായിരുന്നു. അതുപോലെ നമ്മുടെ ബേസിലിനെ കണ്ടപ്പോൾ എങ്ങനെയുണ്ട്, ഞെട്ടിയോ? അല്ല, നമ്മള് രവിമോഹൻ ഉണ്ടല്ലേ വില്ലനായപ്പോ ഭയങ്കര ഒട്ടും ബേസിൽ ക്യാമിയോ വന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? തിയേറ്റർ കൈയടി ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട്. അടിപൊളിയാണ്. തിയേറ്ററിൽ കാണാനുള്ളതുണ്ട്. പടം തിയേറ്ററിൽ കണ്ടാലാണ് അതിൻ്റെ ഒരു ഫീല് കിട്ടുള്ളൂ. ചിലപ്പോൾ OTT കണ്ടാൽ ഈ ഫീല് കിട്ടിയെന്ന് വരില്ല. കുറച്ചുകൂടി മാസ് ക്രൗഡിന് പറ്റിയ ഇപ്പോൾ ഈ സിനിമ കണ്ടതിൽ കൂടി സത്യം പറഞ്ഞാൽ ഇതൊരു പാഠവസരം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഒരുപാട് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട പൂർവികർ, അതൊക്കെ നമുക്ക് ഈ സിനിമയിൽ കൂടി നമുക്ക് മനസ്സിലാക്കി പറ്റിയെന്നുള്ളതാണ്. നമുക്കൊക്കെ ചിന്തിക്കാനും കൂടിയും പറ്റുന്നില്ല. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഇന്ത്യ ഉണ്ടായി ഇത്രയും പോരാളികൾ പിന്നെ ഉണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. നമുക്കിപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഓരോ പോരാളികളുടെയും ഓരോ നേട്ടങ്ങളാണ് ഈ നമ്മൾ ഓരോ രാജ്യത്ത് നിൽക്കുന്ന പല ആളുകളും. എന്ന് വെച്ചാൽ പെർഫോമൻസ് കൊണ്ട് രണ്ടാളും തകർത്ത് അഭിനയിച്ചൊരു മൂവിയാണ്. രണ്ടാൾക്കും ജയരവി ആയിക്കോട്ടെ, ജയരവി നെഗറ്റീവ് റോളിൽ വരുന്നതെന്നുണ്ടെങ്കിലും തകർപ്പൻ സാധനമാണ്. പെർഫോമൻസ് ഒന്നും പറയാനില്ല, ഗംഭീരമാണ്, അതിഗംഭീരമായിട്ട് ഇതിൻ്റെ എല്ലാവരും നല്ല മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ചെയ്തവരെല്ലാം നല്ല ഗംഭീരം ചെയ്തിട്ടുണ്ട്. ഇഷ്ടമായി, സൂപ്പർ പടം. ഒന്നും പറയാനില്ല, കത്തിക്കറി ഇത് പറയേണ്ട കാര്യമില്ല. പറയാൻ വാക്കുകളില്ല. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം, ധൈര്യമായിട്ട് കാണാം. മസ്റ്റ് വാച്ചാണ്. നമ്മളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കലവിൽ കൂടുന്ന പല ആളുകളും ഈ സിനിമ കാണേണ്ടതാണ്. എന്ന് വെച്ചാൽ നമ്മൾ ജാതി മതത്തെ പറ്റിയിട്ടും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നതാണ്. പക്ഷേ ഇന്ത്യക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും പോരാടിയ ഒരുപാട് പേരുണ്ടെന്ന് നമ്മൾ ഓരോ പടങ്ങൾ കാണുമ്പോഴും ചിലർക്കൊന്നും അത് അറിയണ്ടാവില്ല. എന്നാലും എല്ലാവരും തിയേറ്ററിൽ മസ്റ്റ് വാച്ച് പടം കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ വിലയിരുത്തുക.